എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലുവീട് ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നേഹ സ്വാധീനം കൂട്ടി ഇന്ദ്രന്റെ അടുത്തേക്ക് വരുവാണ്. പിന്നീട് സ്വാതി അവിടെയൊക്കെ നോക്കി എന്നിട്ട് ചോദിച്ചു, അല്ല ഇവിടെ മറ്റാരും ഇല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇന്ദ്രൻ പറഞ്ഞു, എന്തിനാ വേറെ ആരെങ്കിലും, ഇത് നമ്മുടെ സ്വർഗമല്ലേ, സ്വർഗത്തിലെ കട്ടറും പാനായിട്ട് വേറെ ആൾക്കാർ വേണ്ട ആവശ്യമില്ലല്ലോ, അതിനല്ലേ ഈ ഞാനുള്ളതെന്ന് ചോദിക്കുക. ഇത് കേട്ടതും നേഹയെ സ്വാതി ഒന്ന് ചിരിച്ചു. പിന്നീട് ഇന്ദ്രൻ ചോദിച്ചു, അല്ല നമുക്ക് കുറച്ച് ഡാൻസ് കളിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. ഡാൻസോ ഇപ്പോഴാ? അതിനെന്താ കുഴപ്പം? അപ്പോഴൊരു കട്ടിലിട്ടുണ്ടായിരുന്നു. ഈ സമയം നേഹയെ സ്വാതി അത്തേലേക്ക് ഇരുന്നു. ഈ സമയം ഇന്ദ്രൻ പറഞ്ഞു, ഇത് ഗിത്താറും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഞാൻ ഗിത്താർ വായിക്കാം, നിങ്ങൾ ഡാൻസ് കളിക്കുക എന്ന് പറയാണ്. അവസാനം ഇന്ദ്രൻ ഗിത്താർ വായിച്ചു കഴിയുമ്പത്തിന് സ്വാതി നേഹയും കൂടെ അവിടെ നിന്നങ്ങ് ഡാൻസ് കളിക്കുകയാണ്. ഇന്ദ്രന് ഭയങ്കര സന്തോഷമായി. പിന്നീട് പല്ലവി സേതുവിനെ കാണാനായിട്ട് വരുവാണ്. അപ്പം വീട് അന്വേഷിച്ച എത്തുന്നേ. അപ്പം സേതു ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ സേതു ഒക്കെ അവിടെ തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ടപ്പോഴത്തേനും പല്ലവി പറഞ്ഞു, ആഹാ കൊള്ളാലോ, പുതിയതാണോന്ന് ചോദിക്കുകയാണ്. പുതിയ വീടാണെന്ന് ചോദിക്കുകയാണ്. പുതിയതോ? കൊള്ളാം. എവിടുന്ന് പുതിയത്? അതിന് പുതിയത് വാങ്ങാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടോ? ഇത് തന്നെ നമ്മള് വാടകയ്ക്ക് വാങ്ങിയതാന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പം പല്ലവി പറഞ്ഞു, ആ എന്നാലും കുഴപ്പമൊന്നുമില്ല, വാടകയ്ക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല വീടാ, എനിക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയണം. പല്ലവി കയറി വരാനും പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ സമയം പല്ലവി പറഞ്ഞു, അല്ല ഇവിടെ തന്നെ ഉള്ളോന്ന് ചോദിക്കണം. ആ എന്നാ ഒരു കാര്യം ചെയ്യാം, 2-3 പേരെയും കൂടെ വിളിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. തനിച്ചുള്ള ആൾക്കാർക്കൊക്കെ വേറെ എവിടുന്നാടോ കൂട്ട് കിട്ടുന്നേ, നമ്മൾ തനിച്ചല്ലേ ഉള്ളെന്ന് ചോദിക്കാം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, തനിച്ചാന്നൊന്നും പറയരുത്, കൂടെ ഉണ്ടല്ലോ എന്ന് പറയണം. ആര് എന്ന് ചോദിച്ചപ്പോഴത്തേനും പല്ലവി ഒന്നും മിണ്ടിയില്ല. സേതുവിനും മനസ്സിലായത്. പിന്നീട് പല്ലവി പറഞ്ഞു, ഇങ്ങോട്ട് ആട്ടെ, ഞാൻ അടിച്ചു വാരാന്ന് പറയണം. വേണ്ട വേണ്ട, അടിച്ചൊന്നും വാരണ്ട, ഇത് ഞാൻ അടിച്ചു വാരിക്കോളാം, എനിക്ക് അടിച്ചു വാരാനുള്ളത് ഉള്ളെന്ന് പറയണം. ഇത് കേട്ടപ്പം പല്ലവി പറഞ്ഞു, എന്നാ ശരി, വേണ്ട, ഞാനേ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് ഫുഡ് കഴിച്ചാലോന്ന് ചോദിക്കണം. ശരി എന്നാ ഫുഡ് കഴിക്കാന്ന് പറയണം. അങ്ങനെ അവസാനം സേതു പോയി വെള്ളമൊക്കെ എടുത്തോണ്ട് വന്നു. പല്ലവി ചോറൊക്കെ എടുത്തു വെച്ചു. ഒരു പൊതി ചോറ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പല്ലവി പറഞ്ഞു, ഒരു പൊതി ചോറേ ഉള്ളൂ, നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാന്ന് പറയാം. അതിനിപ്പോ എന്താ, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കാണ്ടിരുന്നു. ഒരു ഇലക്കകത്തുനിന്ന് രണ്ടുപേരും ഫുഡ് കഴിക്കുകയാണ്. ഈ സമയത്ത് പല്ലവി കഴിക്കണം സേതു നോക്കി. പിന്നീട് സേതു ചോദിച്ചു, അല്ല എനിക്കൊരു ആഗ്രഹമുണ്ട്, അത് പറഞ്ഞാൽ സാധിച്ചു തരുമോന്ന് ചോദിക്കണം. ഇത് കേട്ട പല്ലവി പറഞ്ഞു, ആഗ്രഹം എന്താന്ന് പറ, എന്തെങ്കിലല്ല അറിയുള്ളൂ എന്ന് ചോദിക്കണം. അത് പിന്നെ ഞാൻ ഒരുള്ള ചോറ് വാരി തന്നോട്ടേന്ന് ചോദിക്കാം. ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അതിനെന്താ, വാരി തന്നോളാൻ പറയണം. അങ്ങനെ വാ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്ക് ഒരുള്ള ചോറ് വാരി കൊടുക്കുകയാണ്. പല്ലവി പറഞ്ഞു, നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു പക്ഷെ സേതുവേട്ടം വാരി തന്നോണ്ടായിരിക്കും എന്ന് പറയണേ. ഇത് കേട്ടപ്പോ സേതു ചിരിച്ചു. പിന്നീട് പല്ലവി പറഞ്ഞു, എനിക്ക് വാരി തന്നതല്ലേ, അപ്പൊ ഞാനും ഒരുള്ള ചോറ് വാരി തരട്ടേന്ന് ചോദിക്കുക. അങ്ങനെ സേതുവിന് ഒരുള്ള ചോറ് വാരി കൊടുക്കണം. സേതുവിന് സന്തോഷമായി. അങ്ങനെ അവര് ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഊട്ടിയൊക്കെ അവസാനം കഴിച്ചു കഴിയുവാണ്. ഈ സമയത്ത് പല്ലവി ഇങ്ങനെ ആലോചിച്ചു. സേതു ചോദിച്ചു, എന്താ പല്ലവി ആലോചിച്ചോണ്ടിരിക്കണം നിൽക്കും. ഒന്നുമില്ല എന്ന് പറയണം. എന്തോ ഉണ്ടെന്ന് പറയണം. അല്ല ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മളിങ്ങനെ ഒരു പാത്രത്തിലുണ്ട്, ഒരു പായയെ കിടന്നുറങ്ങി, അയ്യോ തെറ്റിപ്പോയെന്ന് പറയണം. ഇത് കേട്ടതിനും സേതു ഒന്ന് ചിരിച്ചു. എന്താ പറഞ്ഞ്, അല്ല പായയെ കിടന്നുറങ്ങിയതല്ല, നമ്മൾ ഒരു വീട്ടിൽ ഇങ്ങനെയൊക്കെ താമസിച്ചേ, എന്ത് രസമായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, അതേന്ന് പറയാണ്. അപ്പോഴേക്ക് പിന്നെ ഒരു പാട്ടാ, രണ്ടുപേരും കൂടെ അവരുടേതായ ലോകത്തിലേക്ക് പോവാണ്. കാരണം പല പല സ്വപ്നങ്ങൾ രണ്ടുപേരും ആ ഇരുന്നിരിപ്പിൽ തന്നെ ഇരുന്ന് കാണുവാണ്. കാരണം പല്ലവിയുടെ മനസ്സിൽ സേതു എന്ന് പറഞ്ഞാൽ ഒരു ചെറിയതല്ല, ഒരു വലിയൊരു സ്വപ്നം തന്നെയാണ്. അതുപോലെ തന്നെ സേതുവിന് പല്ലവി അടുത്തുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. കാരണം പല്ലവിനെ കണ്ടുകൊണ്ടിരിക്കാൻ സേതുവിന് അത്രയ്ക്ക് ഇഷ്ടമാണ്. പല്ലവിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്രയ്ക്ക് സേതുവിന് മനസ്സ് റിലാക്സ് ആവുന്നൊരു സമയമാണ്. പിന്നീട് കാണിക്കുന്നത് ശോഭയുടെ അടുത്തേക്ക് മൂന്തമാഷ് വരുവാണ്. മൂന്തമാഷ് വന്നിട്ട് പറഞ്ഞു, അല്ല ശോഭ, ഞാൻ ആലോചിക്കുമായിരുന്നു, നമുക്ക് ആ സേതുവിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചാലെന്ന് ചോദിക്കുക. സേതു ഇപ്പം തനിച്ചൊരു വീട്ടിലേക്ക് അനാഥനെ പോലെ പോയി കഴിയുമല്ലേ, അതിന്റെ കാര്യം ഉണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ശോഭ പറഞ്ഞു, വിളിച്ച കാര്യം നല്ലതായിരുന്നു, പക്ഷെ സേതു വരുമെന്ന് മാഷിന് തോന്നുന്നുണ്ടോന്ന് ചോദിക്കാം. അതെന്താ? സേതു വരത്തില്ല മാഷേ, അവൻ ഭയങ്കര അഭിമാനിയാ, അതുകൊണ്ടാണല്ലോ അവൻ ആ വീട് വിട്ടിറങ്ങിയത്, അതുകൊണ്ട് അവൻ ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് പറയാ. പിന്നെ വേണമെങ്കിൽ നമുക്കൊന്ന് വിളിച്ചു നോക്കാന്ന് പറയണം. മുകുന്ദൻ മാഷ് പറഞ്ഞു, അത് ശരിയാ, പക്ഷെ അവൻ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നല്ലതായിരുന്നു, പാവ അനാഥനെ പോലെ പോയി കഴിയണ്ടല്ലോ. നമ്മളുടെ മോൾക്ക് ഒരു ആപത്ത് വന്ന സമയത്ത് ഈ പറയുന്ന അവനോ ഉണ്ടായിരുന്നുള്ളൂ രക്ഷയ്ക്കായിട്ട്. അവനില്ലായിരുന്നെങ്കിൽ നമ്മുടെ മോൾ എന്ത് ചെയ്താനും, നമ്മൾ പോലും തള്ളിപ്പറഞ്ഞ നിമിഷത്തില് അവനാണ് ചേർത്ത് പിടിച്ചേ. ഇപ്പൊ അവനവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോലും അവൾ അവിടെ നിൽക്കുവാന്ന് പറയണേ. ഇത് കേട്ടപ്പം ശോഭ പറഞ്ഞു, അത് ശരിയാ, അവനില്ലാഞ്ഞിട്ട് പോലും
അവൾ ആ വീട്ടിൽ നിൽക്കുന്നുണ്ട്. അതിനകത്ത് അത്ര ഔചിത്യം ഉണ്ടെന്ന് തോന്നുന്നില്ലെന്ന് പറയണം. മാഷ് പറഞ്ഞു അത് ശരിയാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ. അവൾക്ക് ഇങ്ങോട്ട് വന്ന് താമസിക്കാൻ പറ്റുമോ? ഇവിടെ അവൾ വന്ന് താമസിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഇന്ദ്രനെ ഇങ്ങോട്ട് വരും താമസിക്കാനായിട്ട്. ഇത് വരെയായിട്ടും ഡിവോഴ്സ് ആകാത്തോണ്ട് അവന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭർത്താവ് ഭാര്യ വീട്ടിൽ വന്ന് താമസിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് കേസ് കൊടുക്കാനും പറ്റില്ലല്ലോ എന്ന് പറയണം. അത് ശരിയാ, അല്ലെങ്കിൽ പിന്നെ അവൾക്കൊരു വേറെ വാടക വീട് എടുത്ത് താമസിക്കാന്ന് വെച്ചാലും അവിടെ ഇന്ദ്രന് സമാധാനം കൊടുക്കത്തില്ലെന്ന് പറയാം. എന്തുകൊണ്ടും നല്ലത് ഇപ്പോഴും പൊന്നുമടത്ത് തന്നെ കഴിയുന്നതെന്ന് പറയണം. ഇത് കേട്ടപ്പോ ശോഭ പറഞ്ഞു അത് ശരിയാ, പക്ഷെ എങ്കിൽ എത്രയും പെട്ടെന്ന് സേതു പൊന്നുമടത്തിലേക്ക് തിരിച്ചെത്തിയാൽ മതിയായിരുന്നു പറയണം. പാവം ഒറ്റയ്ക്ക് എത്ര നാളെന്ന് വെച്ചാൽ കഴിയണേ. ഇത് കേട്ടതും മൂന്നമാഷ് പറഞ്ഞു അത് ശരിയാ, എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും, എല്ലാവരും നിമിത്തമായിരിക്കും എന്ന് പറയണം. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശോഭ പറഞ്ഞു അത് ശരിയാ എന്നൊക്കെ ശോഭയും പറയാണ്. പിന്നീട് പല്ലവി അടുക്കളയില് പാല് വെച്ചിരിക്കുകയാണ് തിളയ്ക്കാനായിട്ട്. അപ്പൊ ഒരു ഇൻഡക്ഷൻ കുക്കറും ഒന്ന് രണ്ട് പാത്രങ്ങളും മാത്രമേ ഉള്ളൂ, വേറെ കാര്യമായിട്ട് ഒന്നും ഇല്ല താനും. ഈ സമയത്ത് പാല് കാച്ചാൻ തുടങ്ങിയപ്പോഴത്തേന് സേതു ചോദിച്ചു അല്ല ഇതെന്തിനാ പല്ലവി പാല് കാച്ചുന്നതെന്ന് ചോദിക്കുക. മനസ്സിലായില്ലേ പാല് കാച്ചുന്നത് എന്തിനാന്ന്? നമ്മളൊരു പുതിയ വീട്ടിലേക്ക് താമസം പറയുമ്പോ അങ്ങനെയല്ലേ ഐശ്വര്യം വേണ്ടേന്ന് ചോദിക്കുക. നമ്മളിവിടെ താമസിക്കാനുള്ളതല്ലേ. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു അത് ശരിയാ. പെട്ടെന്ന് പല്ലവി പറഞ്ഞു താമസിക്കാനെന്ന് ഞാൻ പറഞ്ഞു വെച്ചോണ്ട് എല്ലാ കാലത്തും ഇവിടെ താമസിക്കാനല്ല കേട്ടോ, തൽക്കാലത്തേക്ക് ഒരു പിടിച്ചപ്പോ സേതുവേട്ടൻ അങ്ങോട്ടേക്ക് തന്നെ വരണം, പൊന്നുമടത്തിലേക്ക് തന്നെ വരണം എന്ന് പറയാ. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു അല്ല പല്ലവി അത് പിന്നെ എങ്ങനെ ശരിയാവും? എല്ലാം ശരിയാവും. സേതുവേണ്ട വില അവിടെയുള്ളവർ മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ. കണ്ടു, സേതുവേണ്ട അങ്ങോട്ട് വന്ന എല്ലാ പ്രശ്നങ്ങളും മാറും. ഇനിയാണ് പൊന്നുമടത്തി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പോകുന്നത്. ഇത്രയും നാള് സേതുവേടൻ ഉള്ളതുകൊണ്ട് ആരും പൊന്നുമടത്തി കയറി കളിക്കാനായിട്ട് തയ്യാറായില്ല. പക്ഷെ സേതുവേടൻ ഇല്ലെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ പല പ്രശ്നങ്ങളും ഉടലെടുക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു അല്ല അത് പിന്നെ സേതുവേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, സേതുവേട്ടൻ അങ്ങോട്ടേക്ക് വരണം, പൂർണ്ണിമ സേതുവേട്ടനെ വിളിക്കുക തന്നെ ചെയ്യും, ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന് പറയാണ്. പിന്നീട് പാല് തിളച്ചു കഴിഞ്ഞപ്പോഴത്തേനും പല്ലി വെള്ളാസ് പാലെടുത്ത് സേതുവിന് കൊടുക്കണം. സേതുവിനോട് കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, ഒരുപക്ഷെ പല്ലവി ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു അതെ അത്രയ്ക്ക് അങ്ങോട്ട് എന്നെ അങ്ങോട്ട് പറയൊന്നും വേണ്ടാന്ന് പറയാം. അതെന്താ ഞാനൊരു നല്ല കാര്യമല്ലേ പറഞ്ഞേ, അതൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറയാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഇങ്ങനെ വരണം, ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കണം എന്ന് പറയണം. ഇത് കേട്ട പല്ലേ പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് വരണം എന്നൊക്കെ, പിന്നെന്താ കുഴപ്പം? അതെ സേതുവേട്ടൻ തനിച്ച് താമസിക്കുന്ന ഈ വീട്ടിൽ ഞാൻ അങ്ങനെ എപ്പോഴും കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിലേ നാട്ടുകാരെന്ത് പറയും? അല്ലെങ്കിൽ തന്നെ ഒരു മഞ്ഞ കണ്ണോടുകൂട്ടി അവര് കാണുള്ളൂ പറയണം. നാളെ മിക്കവാറും വേറെന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കും. നമ്മുടെ സമൂഹത്തല്ലേ, നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. ഒരു പക്ഷെ പൊന്നുമടത്തിലായിരുന്നേ പ്രശ്നമില്ലായിരുന്നു, അവിടെ എല്ലാവരും ഉണ്ടല്ലോ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല എന്ന് പറയാ. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു പല്ലവിക്ക് പേടിയുണ്ടോന്ന് ചോദിക്കും. പേടിയുടെ അല്ല സേതുവേട്ടാ, എനിക്ക് അങ്ങനെ പേടിയില്ലാന്നറിയാലോ. പേടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സേതുവേട്ടൻ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പൊന്നുമടത്തിലേക്ക് വരുമായിരുന്നോ, അവിടെ പൊന്നുമടത്തി വന്ന് താമസിക്കായിരുന്നോ? എനിക്ക് സേതുവേട്ടൻ ഒരു പേടിയില്ല, എനിക്ക് സേതുവേട്ടൻ നന്നായിട്ടറിയാം, അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ലെന്ന് പറയാം. അത് കേട്ടപ്പം സേതുവിന് സന്തോഷമായി. പിന്നീട് സ്വാതിയും നേഹയും കൂടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. ഡാൻസ് കളിച്ച അവസാനം സ്വാതി ഇങ്ങനെ ആ ബെഡിലേക്ക് അങ്ങോട്ട് കുഴഞ്ഞിരിക്കുവാണ്, മയങ്ങി പോവാണ്. കാരണം മയങ്ങി പോണെങ്കിൽ അതിൻ്റെതായതൊക്കെ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരിക്കണം, അതുകൊണ്ടായിരിക്കും. അങ്ങനെ അവസാനം മയങ്ങി വീണ് കഴിഞ്ഞപ്പോഴത്തേനും നേഹ എന്ത് ചെയ്യുകയാണ്, അപ്പൊ അതൊക്കെ കട്ടിലേക്ക് പിടിച്ചങ്ങോട്ട് കിടത്തുവാണ്. ഈ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു നേഹ സമയം ഒരുപാടായില്ലേ, നേഹ പോയിക്കോളാൻ പറയണേ. സ്വാതി ഇല്ലാതെ പോകാനായിട്ടോ? അതെന്താ കുഴപ്പം? സ്വാതി ഉണർന്നെഴുന്നേറ്റ് കഴിയുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ ഞാൻ അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാന്ന് പറയാം. എന്നാലും അത് ശരിയായിട്ടുള്ള കാര്യമാണോ? അതൊന്നും ഒരു കുഴപ്പമില്ല, അറിയാലോ, പെട്ടെന്ന് തന്നെ വിട്ടു. അതെ വളർന്നെഴുന്നേറ്റ് കഴിയുമ്പോഴത്തേനും അവള് വീട്ടിലെത്തിയിട്ടുണ്ടായിരിക്കും എന്ന് പറയണം. ശരി എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് മാറി കഴിയുമ്പോഴത്തേനും ഒന്ന് പുറകിന്ന് വിളിച്ചു. അവള് നിന്നേന്ന് പറയണേ. എന്താ? ഇത് വെച്ചോളാൻ പറയണേ, ഈ ചുരിദാറിന് പകരം പുതിയൊരു ചുരിദാർ വാങ്ങിച്ചിട്ടോളാൻ പറയണേ. ഇത് കേട്ടതും നേഹയ്ക്ക് സന്തോഷമായി, കുറച്ച് പൈസ അങ്ങോട്ട് വെച്ചു കൊടുത്തു. പിന്നീട് നേഹ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഇന്ദ്രൻ പറഞ്ഞു ഇനി ഇതുപോലെയുള്ള സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ, എപ്പോൾ വേണമെങ്കിലും നേഹയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാം, അറിയാലോ നേഹ എൻ്റെ ഒരാള് തന്നെയാന്ന് പറയണേ. നേഹ സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ഇന്ദ്രൻ നേരെ സ്വാതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. സ്വാതിയുടെ അടുത്ത് ഇരുന്ന് സ്വാതിനെ അടിമുടി ഒന്ന് നോക്കുകയാണ്. പിന്നീട് ഒരു ചിരിയൊക്കെ അങ്ങോട്ട് ചിരിക്കുവാണ്. ആ ചിരിക്ക് പല അർത്ഥങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ വൈകുന്നേരമായി, രാത്രിയായി കഴിഞ്ഞിട്ട് സ്വാതിയെ കാണുന്നില്ല. ഈ സമയം പൂർണ്ണിമ സ്വാതിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുകയാണ്. സ്വിച്ച് ഓഫ് എന്നാ മറുപടി പറയണേ. അപ്പോഴേക്കും പല്ലവി എങ്ങോട്ടേക്ക് വന്നു. അല്ല എന്താ പൂർണ്ണിമ എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണേന്ന് ചോദിക്കുക. അത് പിന്നെ സ്വാതി എതിരായിട്ട് വന്നിട്ടില്ല എന്ന് പറയണ. സ്വാതി വന്നില്ലേ? അവളെവിടെ പോയതാന്ന് ചോദിക്കും. അവള് കോളേജിൽ പോയിട്ട് വന്നില്ല എന്ന് പറയാം. ഇത് കേട്ടോ പല്ലവി പറഞ്ഞു അതിന് അവള് കോളേജിൽ നിന്ന് വന്നിട്ടില്ലോ എന്ന് പറയും. കോളേജിൽ വന്നില്ലേ? അവള് കോളേജിലേക്കാന്നും പറഞ്ഞ് രാവിലെ ഇവിടുന്ന് ഒരുങ്ങി പോയല്ലോ എന്ന് പറയണം. എന്നാൽ കോളേജിൽ അവളെ എത്തിയിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ടോണ്ടാണ് ഋതു അങ്ങോട്ടേക്ക് വരുന്നത്.
അവള് കോളേജിൽ എത്തിയിട്ടില്ലെങ്കിൽ വല്ല കമ്പൈൻ സ്റ്റഡിയോ മറ്റോ ആയിരിക്കും അമ്മയെന്ന് പറയാണ്. അത് കേട്ടപ്പം ഒന്ന് ആലോചിച്ചു പല്ലവി പറഞ്ഞു, സ്വാതിയുടെ ഏറ്റവും വലിയ കൂട്ടം നീരജയാണ്. നീരജ ഇന്ന് ക്ലാസ്സിലോട്ട് വന്നിട്ടുമില്ല. ഒരു പക്ഷേങ്കിൽ അവർ രണ്ടുപേരും കൂടെയാണോ കമ്പൈൻ സ്റ്റഡി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് കേട്ടപ്പം ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചിട്ട് പൂർണ്ണ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നിരുന്ന് അവർക്ക് പഠിച്ചുകൂടെ? ഇവിടെ ഇഷ്ടംപോലെ സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ടല്ലോ എന്ന് പറയണം. അത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, ഏയ് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കമ്പൈൻ സ്റ്റഡി ആണെങ്കിൽ ഇവിടെ വന്നിരിക്കേണ്ട കാര്യമുണ്ടോ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലെന്ന് പറയണം. പിന്നീട് പല്ലവി പറഞ്ഞു, ഞാൻ അന്വേഷിക്കാം. പൂർണ്ണാമ അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞിട്ട് പൂർണ്ണാനെ കയറ്റി അങ്ങോട്ട് വിടുവാണ്. ഈ സമയത്ത് ഋതു പറഞ്ഞു, അതെ സ്വാതി ഇങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഋതുവിനെ നോക്കി. എന്നിട്ട് പിന്നെ പല്ലവി പറഞ്ഞു, നിനക്ക് എന്താ അറിയാം ഋതു എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ പറഞ്ഞു, എന്താ കാര്യം എന്താ നിൽക്കും? അതെ ഞാൻ നോക്കിയിട്ട് സ്വാതിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണം. എന്ത് സംഭവിക്കാനായിട്ട്? അവൾ വല്ല കമ്പൈൻ സ്റ്റഡിക്കും പോയിട്ട് ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറയാം. കുറച്ച് കഴിയുമ്പോഴത്തേനും അവൾ ഇങ്ങോട്ട് എത്തിക്കോളും. നീ അവളുടെ കാര്യത്തിൽ ഇത്ര ടെൻഷൻ അടിക്കണമെന്ന് പല്ലവിയോട് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം പല്ലവി പറഞ്ഞു, അതെ ഋതുവിന് ഇങ്ങനെ തോന്നാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ഋതു സ്വാതിയുടെ ചേച്ചി ആയതുകൊണ്ടാ. തന്റെ അനിയത്തി ഒരു തെറ്റ് ചെയ്യുമെന്ന് ഋതുവിന് തോന്നുന്നില്ല. പക്ഷെ ഞാനൊരു ടീച്ചറാണ്. എനിക്ക് പെട്ടെന്ന് കള്ളത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും, അറിയാലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ സ്വാതിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. സാരമില്ല, നീ പോയിക്കോ, ഞാൻ സ്വാതി എവിടെയുണ്ടോ ഞാൻ കണ്ടുപിടിച്ചോളാന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് പല്ലവി അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് പല്ലവി എന്ത് ചെയ്യുവാണ്, അറിയാവുന്ന നമ്പറിലേക്കൊക്കെ വിളിച്ചു. അവസാനം നേഹയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. നേഹനെ വിളിച്ചിട്ട് ചോദിച്ചു, സ്വാതി എന്തെന്ന് ചോദിക്കുക. സ്വാതിയോ? അല്ല ടീച്ചർ എന്താ പറയണേ? എനിക്കറിയില്ല എന്ന് പറയണം. വെറുതെ കള്ളത്തരം പറയണ്ട, നിള പറഞ്ഞല്ലോ സ്വാതി നേഹയുടെ കൂടെ പോന്നെന്നുള്ള കാര്യം. അവള് വെറുതെ പറഞ്ഞ, ഞാനിന്ന് സ്വാതിനെ കണ്ടിട്ട് പോലും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മര്യാദയാണ് മര്യാദ. മര്യാദയ്ക്ക് പറയുന്നു, അതാ നിനക്ക് നല്ലതെന്ന് പറയാം. ഞാൻ സത്യമായിട്ട് ടീച്ചറെ പറഞ്ഞെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം നിന്നോട് സംസാരിക്കാൻ പോകുന്ന പോലീസായിരിക്കും. സ്വാതിയെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊണ്ട് കൊടുക്കാനായിട്ട് പോവാം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേനും പോലീസ് നിന്നെ വന്ന് ചോദ്യം ചെയ്തോളും. അപ്പൊ നീ സത്യം പറയുമെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നേഹ സത്യം പറയണേ, സ്വാതി ഇന്ദന്റെ അരികിലുണ്ട്, ഇന്ദന്റെ അടുത്താന്ന് പറയണം. ഇത് കേട്ടപ്പോ പല്ലവിക്ക് എന്ത് ചെയ്യണം നടത്തില്ല. പല്ലവി ഞെട്ടിപ്പോവാണ്. ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല അത്. പല്ലവിയുടെ ചെവികളൊക്കെ പല്ലവി കേട്ടത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. സാദിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയണ്ടേ? ഇനി അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് വീക്ക് പ്രമോയാട്ടോ ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ചാനലിനകത്ത് നമ്മുടെ എല്ലാ വിശേഷങ്ങളായ ഇഷിതയുടെയും മഹേഷിന്റെയും അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിന്റെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവര് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ ചാനലിന്റെ. അപ്പൊ ആ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ആ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.